السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയപ്പെട്ട മക്കളെ, 9ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാനിലെ ഖുറാസയാണ്. ഇത് 1ാം പാഠത്തിൻ്റെ ഖുറാസയാണ്. ഇൻഷാ അല്ലാഹ് പ്ലേലിസ്റ്റിലാവുമ്പോൾ ബാക്കി ഫുള്ളുണ്ടാവും. അള്ളാഹു ജല്ല ജലാലുഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. പടച്ച റബ്ബ് അവനിഷ്ടപ്പെട്ട വിദ്യാർത്ഥികളായി നമ്മളെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് അള്ളാഹു നല്ല ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ. മരണപ്പെട്ടവരെ ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ. അപ്പോൾ 1ാമത്തെ പാഠേതാണ് സൂറത്തുൽ കാഫിറൂൻ. നമ്മൾ ആദ്യം അവിടെ വായിക്കണം. നെഖുറഉ മാളിയുണ്ട്, മുസ്തഖബിലുണ്ട്, മസ്തറുണ്ട്, ഇസ്മുൽ ഫായിലുണ്ട്. അപ്പോൾ ഈ അബദ എന്ന് പറഞ്ഞത് കഫറ, വറദ, ഇത്തബ, സ്വദ്ദഖ ഇതൊക്കെ മാലികളാണ്. ഇതിൻ്റെ മുലാരിയാണ്, മാലിൻ്റെ മുലാരിയാണ്. അബദൻ്റെ യഅബുദു, കഫറിൻ്റെത് യക്ഫുറു, വറദൻ്റെത് യരിദു, ഇത്തബഅൻ്റെത് യത്തബിഉ, സ്വദ്ദഖൻ്റെ യുസദ്ദിഖു. ഇതിനൊക്കെ മസ്തറുണ്ട്. അബദ എന്നത് ഇബാദത്തിൽ നിന്ന് മസ്തറിന്ന് പോകുന്നതാണ്. കഫറ എന്നുള്ളത് കുഫ്റിന്ന് പോകുന്നതാണ്. വറദ ഉറൂന്ന് പോകുന്നതാണ്. ഇത്തിബാന്ന് പോകുന്നതാണ്. സ്വദ്ദഖ തസ്ദീഖിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് അടിസ്ഥാന പദം. എല്ലാത്തിൻ്റെ അടിസ്ഥാന പദം ഇതാണ്. അടിസ്ഥാന കാമ്പ് കേട്ടോ. ഇനി ഇസ്മുൽ ഫായിലാണ്. ഇസ്മുൽ ഫായിൽ ആ ക്രിയ ചെയ്ത് അവനെ പറ്റി പറയുന്നത്. ഇപ്പം ഇബാദത്ത് എടുക്കുന്ന ആളെ പറ്റി ആബിദ് പറയും. അവിശ്വാസിയെ പറ്റി കാഫിർ എന്ന് പറയും. വരുന്നവനെ പറ്റി വാരിദ്, മുത്തബി ഫോളോ ചെയ്യുന്നതിനെ പറ്റി പിൻപറ്റുന്നതിനെ പറ്റി മുത്തബി എന്ന് പറയും. മുസദ്ദിഖ് വിശ്വസിക്കുന്നതിനെ കുറിച്ച് മുസദ്ദിഖ് എന്ന് പറയും. അപ്പോൾ സദ്ദഖ വാസ്തവമാക്കി, മുസദ്ദിഖ് വാസ്തവമാക്കുന്നവൻ. ഇത് നിങ്ങൾ ഗ്രാമർ ശ്രദ്ധിച്ച് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് ജയിക്കൽ മാത്രമല്ല, ഇത് നമുക്ക് പല സന്ദർഭത്തിൽ നമുക്ക് ഉപകാരപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അർത്ഥ ഇതാന നക്തുബുൽ മാന. അർത്ഥ ഇതാന അൽ വാഹിദ് ഏകൻ, അൽ ബാത്തുൽ പിയച്ച, അൽ ഇസ്തിഖ്ബാൽ ഭാവി, അൽ ഖഹാർ അടക്കി വരിക്കുന്നവൻ, അൽ ഹാൽ വർത്തമാനം. ഇസ്തിഖ്ബാൽ ഭാവി, ഹാല് വർത്തമാനം, ഫ്യൂച്ചർ പ്രസൻറ്റ്. മുഅക്കദ് ശക്തമാക്കപ്പെട്ടത്. നമുക്ക് എന്ത് ചെയ്യാണ്? ഈ പാഠഭാഗത്ത് ഉത്തരങ്ങൾ കണ്ടെത്തുക. നക്തശിഫുൽ ഇജാബാത്ത്. മാ ഹിയ അസ്മാഉ സൂറ. ഈ സൂറത്തിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്? സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇബാദ. ഞാൻ ബ്ലാക്കിൽ എഴുതിയാൽ ചോദ്യം ഇക്കാരം, റെഡ് അതിൻ്റെ ആൻസർ ഇക്കാരം. പിന്നെ ചെറുതാക്കിയിട്ട് ഞാൻ വേറെ കളറിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അർത്ഥമായിരിക്കും കേട്ടോ. ഇവിടെ ചോദ്യത്തിൻ്റെ അർത്ഥം ആണ് ഈ കാണുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ലിമ സ്വാറത്ത് തഅദിലു റുബുഅൽ ഖുർആനി. ഈ സൂറത്ത് അഥവാ സൂറത്തുൽ കാഫിറൂൻ എങ്ങനെയാണ് ഖുർആനിൻ്റെ 4 ഭാഗമാകുന്നത്? അതിന് മറുപടി അറിയാം. ചോദ്യം അറബി തന്നെ ആൻസർ. ഫിൽ ഖുർആനി അംറുൻ വനഹിയുൻ വഹുമാ യതഅല്ലഖാനി ബിൽ ഖൽബി വൽ അമൽ وبذلك تنقسم موضوعات القرآن إلى 4 أقسام. وفي هذا السورة نهي عن المحرمات المتعلقة بالقلب. ولهذا قيل إن سورة الكافرون تعديل ربع القرآن. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഖുർആനിൽ കൽപ്പനയും വിരോധനയും ഉണ്ട്. ഇവ രണ്ടും ഹൃദയവുമായി ബന്ധപ്പെട്ടതും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതുമുണ്ട്. അങ്ങനെ 4 വിഭാഗമായി. ഈ സൂറത്ത് ഹൃദയവുമായി ബന്ധപ്പെട്ട ഹറാമായ കാര്യങ്ങളെ വിരോധിക്കുന്ന സൂറത്താണ്. അതിനാൽ ഈ സൂറത്ത് ഖുർആന്റെ 4 ഭാഗമായി. യുവർ ചോയ്സ്. ഓക്കെ. ഇനി 3, വമാഹിയൽ ഔഖാത്തുല്ലതി തുത്ലബു ഖിറാഅത്തു സൂറത്തുൽ കാഫിറൂന ഫീഹാ. സൂറത്തുൽ കാഫിറൂൻ ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട സമയങ്ങൾ ഏതെല്ലാം? ഫി റകഅത്തൈ തവാഫി വഫി റകഅത്തൈ സുബ്ഹി വഫി റകഅത്തൈ ബഅദൽ മഗ്രിബ് വഫി സ്വലാത്തിൽ ളുഹ വഫി സുന്നത്തിൽ ഇഹ്റാം വഫി സ്വലാത്തിൽ ഇസ്തിഖാറ വഫി സ്വലാത്തിൽ ഇസ്തിസ്ഖാ വഇൻദൻ നൗം. അതെ, തവാഫിൻ്റെയും സുബഹിൻ്റെയും 2 റക്അത്തിൽ, അതുപോലെ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തിൽ, അതുപോലെ ളുഹാ നിസ്കാരത്തിൽ, അതുപോലെ ഇഹ്റാമിൻ്റെ സുന്നത്ത്, ഹജ്ജിന് ഉംറഹുൽ ഇഹ്റാമില്ലേ, ആ ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ, അതുപോലെ ഇസ്തിഖാറത്ത്, അതുപോലെ തന്നെ മഴയത്തുള്ള നിസ്കാരത്തിൽ,
ഉറങ്ങുന്ന സമയത്ത്. ഇപ്പോഴൊക്കെ ഈ സൂറത്ത് ഓതൽ എന്താണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി 4-ാമത്തെ ചോദ്യം, ഫീ മൻ നസലത് ഹാദിഹി സൂറ, ഈ സൂറത്ത് ഇറങ്ങിയത് ആരിലാണ്? ഫീ നഫരി മിൻ ഖുറൈശ്, ഒരു വിഭാഗം ഖുറൈശികളിൽ, അതെ ഖുറൈശികളിൽ ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിയതാണ് ഈ സൂറത്ത്. ഇനി 4 അല്ല 5, മാ ഹാസിലു ഹാദിഹി സൂറ, ഈ സൂറത്തിന്റെ രത്നച്ചുരുക്കം എന്താണ്? ലാ യൂജദു അയ്യു ഇത്തിഫാഖിൻ ബൈനൽ ഈമാനി വൽ കുഫ്രി വലാ ഫിൽ ഇബാദത്തി വലാ ഫിദ് ദുനിയ വൽ ആഖിറ, ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിലും ആരാധനയിലും ആരാധന്റെയും ആരാധനയിലും, ആരാധ്യൻ എന്ന് പറഞ്ഞാൽ അല്ലാഹ്, ആരാധന നിസ്കാരം നോമ്പൊക്കെ, ആരാധനയിലും ആഖിറത്തിലും ദുനിയാവിലും യാതൊരു യോജിപ്പും ഉണ്ടാവുകയില്ല. ഇതാണ് ഈ സൂറത്ത് ഉറപ്പിച്ചു പറയുന്നത്. വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അതുപോലെ അതിൻ്റെ കർമ്മത്തിൻ്റെ കാര്യത്തിലും ഒരു യോജിപ്പും നമുക്ക് നടക്കാൻ പറ്റില്ല. ഇനി അടുത്തത് നക്തുബു കമാഫിൽ മിസാലി, നിങ്ങൾ നല്ല ശ്രദ്ധിച്ചെഴുതിക്കും. എന്ന് വെച്ചാൽ ഇവിടെ പുല്ലിംഗായിട്ട് വന്ന പദങ്ങളുണ്ടാകും, സ്ത്രീലിംഗായിട്ട് വന്ന പദങ്ങളുണ്ടാകും, ഏകവചനായിട്ട് വന്നതുണ്ടാകും, ബഹുവചനായിട്ട് വന്നതുണ്ടാകും. അതുപോലെ അറബിയിൽ മാത്രമുള്ള മുസന്ന എന്ന് പറഞ്ഞ 2 സൂചിപ്പിക്കാവുന്ന മുസന്നയായിട്ടും വന്നതുണ്ടാവും. ഇതൊക്കെ വരുമ്പോൾ പ്രോണൗൺ ലമീറുകൾ ഇങ്ങനെ മാറ്റം വരും. ഇപ്പം നമ്മൾ അവൻ അതെന്നൊക്കെ പറയുമല്ലോ. ഇപ്പം ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, അവൻ എന്ന് പറയുമ്പോൾ ഹീ എന്നാ പറയുക, അവൾ എന്നാകുമ്പോഴോ ഷീ എന്നാ പറയുക അല്ലേ. നീ എന്ന് പറയുമ്പോഴോ യു എന്നാ പറയുക. പക്ഷേ ആണിനും പെണ്ണിനും ഇംഗ്ലീഷിൽ ആകെ യു തന്നെ ഉള്ളൂ. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല. അൻത എന്ന് പറഞ്ഞാൽ പുരുഷനോട് പറയും, പുല്ലിംഗത്തിനോട് പറയും. സ്ത്രീലിംഗാണെങ്കിൽ അൻതി എന്ന് പറയും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഇല്ലാത്തത് അറബിയിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വി എന്ന് പറയും ഇല്ലേ, നമ്മൾ. അവിടെ അറബിയിൽ നഹ്നു, അന, ഐ, അന. ഇങ്ങനെ ഈ പ്രോനൗണുകൾ വരുമ്പോൾ പദത്തിന് ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് എല്ലാം ഒരുപോലെയല്ല. സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ ഏകവചനമാണോ ബഹുവചനാണോ മുഫ്രദാണോ മുസന്നയാണോ ജംആന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, ക്ലിയർ ആക്കണം. അത് നമ്മളെ ബുദ്ധി പരിശോധന കൂടിയാണ്. നമുക്ക് എത്രമാത്രം നമ്മളെ കഴിവും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് പരിശോധിക്കണം. ഇത് തെറ്റുമ്പോൾ ഓനൊക്കെ തെറ്റും, ഇത് തെറ്റാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹുവ റജുലുൻ ഹുമാ റജുലാനി ഹും റിജാൽ, നമ്മൾ വേറെ പദം കൊടുക്ക്. ഹുവ കൊടുത്തു, ഹുവ ത്വാലിബുൻ കണ്ടോ. ഇനി ഹുമ കൊടുത്തു, അവിടെ ഹുവ ത്വാലിബ് എന്ന് പറയാൻ പറ്റും, ഹുമാ ത്വാലിബ് എന്ന് പറയാൻ പറ്റും. മുസന്നയാക്കണം, ഹുമാ ത്വാലിബാൻ, ത്വാലിബാനി. ഇനി ഹും കൊടുത്തു, അവിടെ ഹും ത്വാലിബൊന്നും പറ്റൂല, ഹും ത്വാലിബാൻ എന്നും പറ്റൂല, ഹും തുല്ലാബ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീ അമ്രാത്തുൻ പെണ്ണാണ്, അപ്പോൾ ഹിയ കൊടുത്ത് അവിടെ ഹോ കൊടുക്കാൻ പറ്റൂല. നീ 2 പെണ്ണാകുമ്പോൾ ഹുമ മർഅത്താനി എന്നാണ്. ഹിയ മർഅത്തുൻ ഹുമ മർഅത്താനി ഹുന്ന നിസാ. ഞാൻ നമ്മൾ അതേമാതിരി കൊടുക്കുകയാണ്. ഹിയ ത്വാലിബത്തുൻ, അവിടെ ഹിയ കൊടുത്താൽ ത്വാലിബു എന്ന് പറയാൻ, ത്വാലിബത്തു എന്ന് അറിയണം. ഹുമ ത്വാലിബത്താനി അറിയണം, ത്വാലിബാനി പറയാൻ പറ്റില്ല പെണ്ണായതുകൊണ്ട്, പുല്ലിംഗമായതുകൊണ്ട്. ഹുന്ന ത്വാലിബാത്ത് കേട്ടോ. ഇനി അൻത മുഅല്ലിമുൻ, അൻത യു, അൻത മുഅല്ലിമുൻ, അൻതുമാ മുഅല്ലിമാനി, അൻതും മുഅല്ലിമുൻ. അത് പെണ്ണാവുമ്പോഴോ ഇവിടെ പെണ്ണല്ലാണെന്നാണ്. അന ത്വബീബുൻ അൻതുമാ ത്വബീബാനി അൻതും അത്വിബാ. ആണോ, അന ത്വബീബുൻ അൻതുമാ ത്വബീബാനി അൻതും അത്വിബാ. ഇത് ത്വബീബ് അറിയില്ലേ, ഡോക്ടറെ. ഇത് വിദ്യാർത്ഥി കേട്ടോ, വിദ്യാർത്ഥിനി. ഇനി അൻതി മുഅല്ലിമത്തുൻ, അൻതി പെണ്ണായപ്പോൾ അൻതി പറഞ്ഞു, ആണായപ്പോൾ അൻത പറഞ്ഞു, പെണ്ണാകുമ്പോൾ അൻതി പറഞ്ഞു. അൻതി മുഅല്ലിമത്തുൻ അൻതുമാ മുഅല്ലിമാനി മുഅല്ലിമത്താനി അൻതുന്ന മുഅല്ലിമാത്ത്. കണ്ടോ, അൻതി ത്വാലിബത്തുൻ. ഇനി അൻതുമാ, അൻതി അല്ല, അൻതുമാ ത്വാലിബത്താനി അൻതുന്ന ത്വാലിബാത്ത്. നമ്മളെ ഇംഗ്ലീഷിലാണെങ്കിൽ ഒക്കെ യു യു യു, എല്ലായിടത്തും യു തന്നെ അല്ലേ. ഒരാൾക്കും യു, 2 ആൾക്കും യു, 3 ആൾക്കും യു അല്ലേ. അറബിയിൽ അങ്ങനെയല്ല. ഇനി സംസാരിക്കുന്ന ആൾ ഐ ആം സ്റ്റുഡൻറ്റ്, അന ത്വാലിബ്. കേട്ടോ, അറബി പറയുമ്പോൾ അന ത്വാലിബ്, അന മുസ്ലിമുൻ നഹ്നു മുസ്ലിമൂൻ, അന ത്വാലിബ് നഹ്നു തുല്ലാബ്, അല്ലെങ്കിൽ നഹ്നു ത്വാലിബൂൻ എന്നും പറയാം. ഇനി അവിടെ അന പെണ്ണാകുമ്പോൾ ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ അന മുസ്ലിമ, പുല്ലിംഗായത് അന മുസ്ലിമ നഹ്നു മുസ്ലിമാത്ത്. ഇനി ഇവിടെ പറയുമ്പോൾ അന ത്വാലിബ നഹ്നു ത്വാലിബാത്ത്. ഞാൻ അറബിയിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്താണ് നഹ്നുന്നെ പറയാം. സംസാരിക്കുന്ന ആൾ നാളെ നോക്കുക, ആള് പെണ്ണ് നോക്കൂല, നോക്കൂല, ഏത് ഭാഷയും നോക്കൂല, സംസാരിക്കുന്ന ആളെന്നാ.
സ്ഥലത്തില്ലാത്ത ആള്, സ്ഥലത്തുള്ള ആളുകൾ, ആണിന് വേറെ പദം, പെണ്ണിന് വേറെ പദം. അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. മിസ്ലി സവാബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ ഹൃദയത്തിൽ ഏറ്റി തരണേ അല്ലാഹ്. മിസ്ലി സവാബിനെ ഞങ്ങൾ രക്തബന്ധത്തിൽ നിന്നും രക്കെട്ടുബന്ധത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ഖബറാളികളുണ്ട്, ഞങ്ങളെ കൂട്ടുകാരുണ്ട്, ഉസ്താദുമാരുണ്ട്. അവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, നല്ല ഓർമ്മ ശക്തി തരണേ റഹ്മാനേ. ഇൽമിൻ്റെ അഹ്ലുകാരായി ഞങ്ങളെയും അവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.